ഹായ് ഓൾ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്ന ടോപ്പിക്ക് വളരെ കോമൺ ആയിട്ട് നമ്മുടെ ലൈഫിലൊക്കെ യൂസ് ചെയ്യുന്ന ടു വേർഡ്സ് ആണ് ഗുഡ്സ് ആൻഡ് സർവീസസ്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഗുഡ്സ് എന്ന് ഫസ്റ്റ്. അപ്പോൾ എന്തായിരിക്കും ഗുഡ്സ് എന്ന് പറഞ്ഞാൽ? ഗുഡ്സ് ആർ ഫിസിക്കൽ തിങ്സ് ദാറ്റ് വി ക്യാൻ ടച്ച്, സീ ആൻഡ് യൂസ്. ദേ ആർ മെയ്ഡ് ടു സാറ്റിസ്ഫൈ അവർ നീഡ്സ് ആൻഡ് വാണ്ട്സ്. അപ്പോൾ ഗുഡ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഫിസിക്കൽ തിങ്സ് ആണ് അല്ലേ? നമുക്ക് കാണാനും ടച്ച് ചെയ്യാനും യൂസ് ചെയ്യാനൊക്കെ പറ്റുന്ന ഫിസിക്കൽ തിങ്സിനെയാണ് നമ്മൾ എന്ത് പറയുക? ഗുഡ്സ് എന്ന് പറയുക അല്ലേ? അപ്പോൾ ഈ ഗുഡ്സ് എന്താ? നമ്മുടെ നീഡ്സും വാണ്ട്സൊക്കെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അല്ലേ? ഗുഡ്സ് ആർ പ്രൊഡ്യൂസ്ഡ് ഇൻ ഫാംസ് ഓർ ഫാക്ടറീസ് ആൻഡ് ദെൻ സോൾഡ് ഇൻ മാർക്കറ്റ്സ്. വി ക്യാൻ സ്റ്റോർ ദം ആൻഡ് യൂസ് ദം ലേറ്റർ. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്? ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ? എവിടെ പ്രൊഡ്യൂസ് ചെയ്യുക? ഫാംസിലാകാം അല്ലെങ്കിൽ ഫാക്ടറീസിലാകാം. എന്നിട്ട് ഈ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗുഡ്സ് എന്ത് ചെയ്യുക? നമ്മൾ മാർക്കറ്റിൽ കൊണ്ടുപോയി സോൾഡ് ചെയ്യാണ് ചെയ്യുന്നത്. നമുക്ക് ഈ ഗുഡ്സ് എന്ത് ചെയ്യാൻ പറ്റും? സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടി പറ്റും. അതേപോലെ ഒരുപാട് നാളുകൾക്ക് ശേഷം ആ ഗുഡ്സ് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ പറ്റും. അപ്പോൾ ഈ ഗുഡ്സിന് എക്സാമ്പിൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. റൈസ്, വെജിറ്റബിൾ, ഫ്രൂട്ട്സ്, ക്ലോത്ത്സ്, ടി വി, ബുക്സ്, ഇതൊക്കെയാണ് എന്ത്? ഗുഡ്സിൻ്റെ എക്സാമ്പിളായിട്ട് പറയുന്നത്. അപ്പോൾ ഓർത്തിരിക്കുക, ഗുഡ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഫിസിക്കൽ തിങ്സ് ആണ്. നമുക്ക് കാണാനും ടച്ച് ചെയ്യാനും യൂസ് ചെയ്യാനും സ്റ്റോർ ചെയ്യാനൊക്കെ പറ്റുന്ന തരത്തിലുള്ള ഫിസിക്കൽ ഗുഡ്സിനാണ്, ഫിസിക്കൽ തിങ്സിനാണ് നമ്മൾ എന്ത് പറയുക? ഗുഡ്സ് എന്ന് പറയാം. ഇനി ഗുഡ്സിന് കുറച്ച് ടൈപ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടൈപ്സ് ഓഫ് ഗുഡ്സ് ആണ് കേട്ടോ. അപ്പോൾ അതിൽ ഫസ്റ്റ് ടൈപ്പ് എന്ന് പറയുന്നത് കൺസ്യൂമർ ഗുഡ്സ് ആണ്. എന്തായിരിക്കും കൺസ്യൂമർ ഗുഡ്സ് എന്ന് പറഞ്ഞാൽ? ദിസ് ആർ ഗുഡ്സ് യൂസ്ഡ് ഡയറക്റ്റ്ലി ബൈ പീപ്പിൾ. ആളുകൾ ഡയറക്റ്റായിട്ട് ഗുഡ്സ് മേടിച്ച് എന്ത് ചെയ്യുക? അവർ യൂസ് ചെയ്യുക. അതിനാണ് നമ്മൾ എന്ത് പറയുക? കൺസ്യൂമർ ഗുഡ്സ് എന്ന് പറയുക. വി യൂസ്ഡ് ഇറ്റ് ഇൻ അവർ ഡെയിലി ലൈഫ്. നമ്മൾ നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന, ഡയറക്റ്റായിട്ട് നമ്മൾ ഒരു ഷോപ്പിൽ നിന്ന് മേടിച്ച് നമ്മൾ ഡയറക്റ്റായിട്ട് യൂസ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ഗുഡിനാണ് നമ്മൾ എന്ത് പറയുക? കൺസ്യൂമർ ഗുഡ്സ് എന്ന് പറയാം. അപ്പോൾ കൺസ്യൂമർ ഗുഡ്സിന് എന്തൊക്കെയാണ് എക്സാമ്പിൾ? ഫുഡ്, ക്ലോത്ത്സ്, സോപ്പ്, ടി വി, ഇതൊക്കെയാണ് എന്ത് എക്സാമ്പിൾസ് ആയിട്ട് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ഒരു ഷോപ്പിൽ പോയിട്ട് ഫുഡ് അല്ലെങ്കിൽ ഒരു ക്ലോത്ത്, ഒരു സോപ്പാവാം അല്ലെങ്കിൽ ഒരു ടി വി ആവാം, ഇതൊക്കെ എന്താ നമ്മൾ മേടിക്കുന്നത്? അതൊക്കെ എന്താ നമ്മൾ ഒരു മോഡിഫിക്കേഷനും കൂടാതെ ഡയറക്റ്റായിട്ട് നമ്മൾ യൂസ് ചെയ്യുകയാണ് അല്ലേ? ഈ ടൈപ്പ് ഓഫ് ഗുഡ്സിനാണ് നമ്മൾ എന്ത് പറയുക? കൺസ്യൂമർ ഗുഡ്സ് എന്ന് പറയാം. നമ്മുടെ സെക്കൻഡ് ടൈപ്പ് ഓഫ് ഗുഡ് ക്യാപിറ്റൽ ഗുഡ്സ് ആണ്. These are goods used to produce other goods. It helps in production. അപ്പോൾ ക്യാപിറ്റൽ ഗുഡ്സ് എന്ന് പറഞ്ഞാൽ ഈ ഗുഡ്സ് നമ്മൾ വേറൊരു ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ഗുഡാണ് എന്ത്? ക്യാപിറ്റൽ ഗുഡ്സ് എന്ന് പറയുന്നത് കേട്ടോ. ഇത് നമ്മൾ പ്രൊഡക്ഷനൊക്കെ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ഗുഡാണ്. അതിൻ്റെ എക്സാമ്പിൾസ് എന്തൊക്കെയാണ്? മെഷീൻസ്, ടൂൾസ്, ഫാക്ടറി എക്യുപ്മെൻറ്റ്സ് ഒക്കെയാണ് എക്സാമ്പിൾസ് ആയിട്ട് പറയുന്നത്. അപ്പോൾ എന്താണ് ഇതിൻ്റെ പ്രത്യേകത? അപ്പോൾ മെഷീൻസ് ആണെങ്കിലും ടൂൾസ് ആണെങ്കിലും ഫാക്ടറിയിലുള്ള ഓരോ എക്യുപ്മെൻറ്റ്സ് ഒക്കെ ആണെങ്കിലും എന്താ? നമ്മൾ അത് ഉപയോഗിച്ച് വേറെ ഉള്ള ഗുഡ്സ് എന്ത് ചെയ്യുക? പ്രൊഡ്യൂസ് ചെയ്യുകയാണ് അല്ലേ ചെയ്യുക. അപ്പോൾ ആ ഒരു ടൈപ്പ് ഓഫ് ഗുഡിനാണ് നമ്മൾ എന്ത് പറയുക? ക്യാപിറ്റൽ ഗുഡ്സ് എന്ന് പറയുക. നമ്മുടെ തേർഡ് ടൈപ്പ് ഓഫ് ഗുഡ് പെറിഷബിൾ ഗുഡ്സ് ആണ് കേട്ടോ. എന്താണ് ഈ പെറിഷബിൾ ഗുഡ്സ് എന്ന് പറഞ്ഞാൽ? ഗുഡ്സ് ദാറ്റ് സ്പോയിൽ ക്വിക്ക്ലി, കാനോട്ട് ബി സ്റ്റോർഡ് ഫോർ ലോങ്. അപ്പോൾ പെട്ടെന്ന് എന്ത് ചെയ്യാം? നശിച്ചു പോകുക അല്ലെങ്കിൽ കേടായി പോകുന്ന ടൈപ്പ് ഓഫ് ഫുഡാണ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഒരുപാട് നാളത്തേക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയൊന്നും പറ്റില്ല. അതിനെന്തൊക്കെയാണ് എക്സാമ്പിൾസ്? മിൽക്ക്, ഫിഷ്, ഫ്രൂട്ട്സ്, ഇതൊക്കെയാണ് പെറിഷബിൾ ഗുഡ്സിന് എക്സാമ്പിൾ കേട്ടോ. അപ്പോൾ ഒരു കുറച്ച് ടൈമിലേക്ക് മാത്രമേ നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ വേണ്ടി പറ്റുള്ളൂ. അത് കഴിഞ്ഞാൽ എന്താ? കേടായി പോകും. അപ്പം അതാണ് പെറിഷബിൾ ഗുഡ്സ് എന്ന് പറയാം. നമ്മുടെ ഫോർത്ത് ടൈപ്പ് ഓഫ് ഫുഡാണ് ഡ്യൂറബിൾ ഗുഡ്സ്. എന്താണ് ഈ ഡ്യൂറബിൾ ഗുഡ്സ് എന്ന് പറഞ്ഞാൽ? ഗുഡ്സ് ദാറ്റ് ലാസ്റ്റ് ഫോർ എ ലോങ് ടൈം, യൂസ്ഡ് ഫോർ മെനി ഇയേഴ്സ്. അപ്പോൾ ഡ്യൂറബിൾ ഗുഡ്സ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ലോങ് പീരീഡിലേക്ക് തന്നെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന ടൈപ്പ് ഓഫ് ഗുഡ്സ് ആണ്. നമുക്കെന്താ ഒരുപാട് ഇയേഴ്സിലേക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അതിൻ്റെ എക്സാമ്പിൾ എന്തൊക്കെയാണ്? കാറ്, ഫ്രിഡ്ജ്, ഫർണിച്ചർ, ഇതൊക്കെ എക്സാമ്പിളാണ് അല്ലേ? ഇപ്പോൾ നമ്മളൊരു കാറ് മേടിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ഫ്രിഡ്ജ് ആവാം, ഒരു ഫർണിച്ചർ ആവാം, ഇതൊക്കെ മേടിക്കുകയാണെങ്കിൽ എന്താ? നമുക്ക് ഒരുപാട് ഇയേഴ്സിലേക്ക് അത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ദിസ് ടൈപ്പ് ഓഫ് ഗുഡ് ഈസ് നോൺ ആസ് ഡ്യൂറബിൾ ഗുഡ്സ്. നമ്മുടെ ഫിഫ്ത്ത് ടൈപ്പ് ഓഫ് ഗുഡാണ് പബ്ലിക് ഗുഡ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താ പബ്ലിക് ഗുഡ് എന്ന് പറഞ്ഞാൽ? ഗുഡ്സ് യൂസ്ഡ് ബൈ എവരി വൺ ഇൻ സൊസൈറ്റി, പ്രൊവൈഡഡ് ബൈ ദ ഗവൺമെൻറ്. നമുക്കറിയാം അല്ലേ?
പബ്ലിക് ഗുഡ് പ്രൊവൈഡ് ചെയ്യുന്ന ആരാ? ഗവൺമെൻറ് ആണ്. അതുകൊണ്ട് തന്നെ ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ എന്താ, നമ്മുടെ സൊസൈറ്റിയിൽ ജീവിക്കുന്ന എല്ലാവർക്കും അത് എന്ത് ചെയ്യാൻ പറ്റും, യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പബ്ലിക് ഗുഡിൻ്റെ എക്സാമ്പിൾസ് ആണ് റോഡ്സ്, പാർക്ക്, സ്ട്രീറ്റ് ലൈറ്റ്. ഇതൊക്കെ എന്താ, കോമൺ ആണ്. ഒരു സൊസൈറ്റിയിൽ ജീവിക്കുന്ന എല്ലാവർക്കും ആർക്ക് വേണമെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും, യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി നമ്മുടെ 6th ടൈപ്പ് ഓഫ് ഗുഡാണ് പ്രൈവറ്റ് ഗുഡ്സ്. ഗുഡ്സ് യൂസ്ഡ് ബൈ ഇൻഡിവിജ്വൽ പേഴ്സൺസ്, ഓൺഡ് ബൈ ഇൻഡിവിജ്വൽസ്. അപ്പോൾ പ്രൈവറ്റ് ഗുഡ്സ് ആർക്കാണ് യൂസ് ചെയ്യാൻ പറ്റുക? ഒരു വ്യക്തിക്ക്, ഒരു ഇൻഡിവിജ്വൽ പേഴ്സണ് മാത്രമേ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അതിൻ്റെ ഓണർഷിപ്പ് ആർക്കായിരിക്കും? ആ ഒരു ഇൻഡിവിജ്വലിന് മാത്രമായിരിക്കും. അതിൻ്റെ എക്സാമ്പിൾ എന്തൊക്കെയാണ്? മൊബൈൽ ഫോൺ, ക്ലോത്ത്സ്, അതൊക്കെയാണ് എക്സാമ്പിൾ. ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ള മൊബൈൽ ഫോൺ നമ്മുടെ മാത്രമാണല്ലേ, അത് വേറൊരാൾ യൂസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല അല്ലേ, അതിൻ്റെ ഓണർഷിപ്പ് നമുക്കായിരിക്കും. അതേപോലെ നമ്മുടെ ക്ലോത്ത്സ്, അതൊക്കെയാണ് പ്രൈവറ്റ് ഗുഡിന് എക്സാമ്പിൾസ് ആയിട്ട് പറയുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത് ടൈപ്സ് ഓഫ് ഗുഡ്സ് ആണ്. ടൈപ്സ് ഓഫ് ഗുഡ്സിൽ ഫസ്റ്റ് വണ്ണ് കൺസ്യൂമർ ഗുഡ്സ് ആണ്, സെക്കൻഡ് വൺ ക്യാപിറ്റൽ ഗുഡ്സ്, തേർഡ് വൺ പെറിഷബിൾ ഗുഡ്സ്, ഫോർത്ത് വൺ ഡ്യൂറബിൾ ഗുഡ്സ്, ഫിഫ്ത്ത് വൺ പബ്ലിക് ഗുഡ്സ്, സിക്സ്ത് വൺ പ്രൈവറ്റ് ഗുഡ്സ്. അപ്പോൾ ഇത്രയാണ് ടൈപ്പ് ഓഫ് ഗുഡ്സിൽ വരുന്നത്. ഇനി നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സർവീസ് എന്താണെന്നാണ്. എന്തായിരിക്കും സർവീസ് എന്ന് പറഞ്ഞാൽ? സർവീസസ് ആർ ആക്ഷൻസ് ഓർ ആക്ടിവിറ്റീസ് ഡൺ ടു ഹെൽപ്പ് പീപ്പിൾ. അപ്പോൾ നമ്മളെന്താ, സർവീസ് എന്ന് പറഞ്ഞാൽ ആക്ഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ അതൊരു ആക്ടിവിറ്റീസ് ആയിരിക്കാം. നമ്മൾ എന്തിനു വേണ്ടിയിട്ട് ഈ സർവീസ് യൂസ് ചെയ്യാം? നമ്മൾ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയുക, സർവീസ് എന്ന് പറയുക അല്ലേ. ഈ സർവീസ് നമുക്ക് വി കാനോട്ട് ടച്ച് ഓർ സ്റ്റോർ ദം, നമുക്ക് കാണാനോ തൊടാനോ ഒന്നും പറ്റില്ല അല്ലേ. സർവീസ് ഒരു സേവനം എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ, അത് കാണാനും പറ്റില്ല, തൊടാനും പറ്റില്ല, അത് സ്റ്റോർ ചെയ്ത് വെക്കാനും പറ്റില്ല. സർവീസസ് ആർ പ്രൊവൈഡഡ് നോട്ട് പ്രൊഡ്യൂസ്ഡ്. സർവീസ് എന്ന് പറഞ്ഞാൽ എന്താ, അത് നമ്മൾ മറ്റൊരാൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്, നമ്മൾ കൊടുക്കുന്നതാണ് അല്ലേ, അതൊരിക്കലും എന്താ പ്രൊഡ്യൂസ് ചെയ്യുന്നതല്ല. സർവീസിന് എക്സാമ്പിൾ ടീച്ചിങ്, മെഡിക്കൽ കെയർ, ബാങ്കിങ്, ട്രാൻസ്പോർട്ട്, അതൊക്കെയാണ് എക്സാമ്പിൾസ് ആയിട്ട് പറയുന്നത്. ഇപ്പോൾ ഒരു ടീച്ചർ കുട്ടികളെ പഠിപ്പിക്കുക, അതെന്താ ടീച്ചർ കൊടുക്കുന്ന ഒരു സർവീസാണ് അല്ലേ. ഇപ്പോൾ ഒരു ആളെ എന്താ ഒരു ഡോക്ടർ ചെക്ക് ചെയ്യുക, അതെന്താ ഡോക്ടർ സൊസൈറ്റിക്ക് ചെയ്യുന്ന ഒരു സർവീസാണ് അല്ലേ. അപ്പോൾ അതാണ് എക്സാമ്പിൾസ് ആയിട്ട് പറയുന്നത്. സർവീസ് എന്ന് പറയുമ്പോൾ ഓർത്തിരിക്കുക, അതൊരു ആക്ഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ആക്ടിവിറ്റി ആയിരിക്കാം. നമുക്ക് ടച്ച് ചെയ്യാനോ സീ ചെയ്യാനോ സ്റ്റോർ ചെയ്ത് വെക്കാനോ ഒന്നും പറ്റില്ല. ഈ സർവീസിന് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എന്താ ടൈപ്സ് ഉണ്ട്. ടൈപ്സ് ഓഫ് സർവീസസ് ഏതൊക്കെയാണെന്ന് നോക്കാം. അതിൽ ഫസ്റ്റ് വണ്ണാണ് പേഴ്സണൽ സർവീസസ്. സർവീസസ് ഗിവൺ ടു ഇൻഡിവിജ്വൽ പേഴ്സൺസ്, ദിസ് ഇസ് നോൺ ആസ് പേഴ്സണൽ സർവീസ്. അപ്പം നമ്മളെന്താ ഒരു ഇൻഡിവിജ്വൽ പേഴ്സണ് നമ്മൾ കൊടുക്കുന്ന സർവീസ്, ഒരു വ്യക്തിക്ക് വേണ്ടി മാത്രം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസിനാണ് നമ്മൾ എന്ത് പറയുക, പേഴ്സണൽ സർവീസ് എന്ന് പറയാം കേട്ടോ. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ടീച്ചർ, ഡോക്ടർ, ബാർബർ. ഇതെന്താ, ഡോക്ടർ ആണെങ്കിൽ എന്താ അറ്റ് എ ടൈം ഒരു പേഷ്യൻറ്റിനെ ആയിരിക്കും നോക്കുക, ആ ഒരാൾക്ക് കൊടുക്കുന്ന ഒരു സർവീസാണ്. ടീച്ചർ ആണെങ്കിൽ എന്താ ഒരു കുട്ടിയെ പഠിപ്പിക്കുക, ആ ഒരു കുട്ടിക്ക് കൊടുക്കുന്ന സർവീസാണ്. അതാണ് പേഴ്സണൽ സർവീസ് എന്ന് പറയുന്നത് കേട്ടോ. നമ്മുടെ സെക്കൻഡ് ടൈപ്പ് ഓഫ് സർവീസാണ് ബിസിനസ് സർവീസ്. സർവീസസ് ദാറ്റ് സപ്പോർട്ട് ബിസിനസ് ആക്ടിവിറ്റീസ്, അതായത് ബിസിനസ് ആക്ടിവിറ്റീസ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് സർവീസാണ് എന്ത്, ബിസിനസ് സർവീസ് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾസ് ആണ് ബാങ്കിങ്, ഇൻഷുറൻസ്, ട്രാൻസ്പോർട്ട്, ഇതൊക്കെ. നമ്മുടെ തേർഡ് ടൈപ്പ് ഓഫ് സർവീസാണ് പബ്ലിക് സർവീസസ്. സർവീസസ് പ്രൊവൈഡഡ് ബൈ ദ ഗവൺമെൻറ്. ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യുന്ന സർവീസിനാണ് നമ്മൾ എന്ത് പറയാം, പബ്ലിക് സർവീസ് എന്ന് പറയാം. ഇപ്പോൾ എക്സാമ്പിൾ പോലീസ്, ഫയർ സർവീസ്, അതേപോലെ പോസ്റ്റൽ സർവീസ്, ഇതൊക്കെ എന്താ പബ്ലിക്കാണ്, പബ്ലിക് സർവീസിന് എക്സാമ്പിൾസ് ആണ് കേട്ടോ. നെക്സ്റ്റ് നമ്മുടെ ഫോർത്ത് ടൈപ്പ് ഓഫ് സർവീസാണ് പ്രൊഫഷണൽ സർവീസസ്. പ്രൊഫഷണൽ സർവീസസ് എന്ന് പറഞ്ഞാൽ സർവീസസ് ഗിവൺ ബൈ സ്കിൽഡ് പ്രൊഫഷണൽസ്. അപ്പോൾ നല്ല സ്കിൽഡ് ആയിട്ടുള്ള, ട്രെയിൻഡ് ആയിട്ടുള്ള പ്രൊഫഷണൽസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന സർവീസസ് ആണ് പ്രൊഫഷണൽ സർവീസസ് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾസ് ആണ് ലോയർ, എൻജിനീയർ, ഡോക്ടറൊക്കെ കേട്ടോ. അപ്പോൾ നമ്മൾ ടൈപ്സ് ഓഫ് സർവീസസ് പറഞ്ഞത് ഫസ്റ്റ് വൺ പേഴ്സണൽ സർവീസസ്, സെക്കൻഡ് വൺ ബിസിനസ് സർവീസ്, തേർഡ് വൺ പബ്ലിക് സർവീസസ്, ഫോർത്ത് വൺ പ്രൊഫഷണൽ സർവീസസ്. ഇനി നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത്, ഇപ്പോൾ നമ്മൾ ഗുഡ്സ് എന്താണെന്ന് പറഞ്ഞു, സർവീസ് എന്താണെന്ന് പറഞ്ഞു, ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്, ഡിഫറൻസ് ബിറ്റ്വീൻ ഗുഡ്സ് ആൻഡ് സർവീസസ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഗുഡ്സിൻ്റെ നോക്കാം. ഗുഡ്സ് എന്താ, ക്യാൻ ബി ടച്ച്ഡ്, നമുക്ക് ടച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അല്ലേ. സർവീസിൻ്റെ കേസ് എടുക്കുകയാണെങ്കിലോ കാനോട്ട് ബി ടച്ച്ഡ്, നമുക്ക് സർവീസ് എന്താ ടച്ച് ചെയ്ത് നോക്കാൻ വേണ്ടി പറ്റില്ല. സെക്കൻഡ് പോയിൻറ്റ്
ക്യാൻ ബി സ്റ്റോർഡ്. ഗുഡ്സ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടി പറ്റും. സർവീസ് ആണെങ്കിൽ എന്താ, കനോട്ട് ബി സ്റ്റോർഡ്. ഗുഡ്സ് ആണെങ്കിൽ എന്താ, പ്രൊഡ്യൂസ്ഡ് ആണ് അല്ലേ, നമ്മൾ ഒരു ഗുഡ് എന്താ പ്രൊഡ്യൂസ് ചെയ്യാണ് ചെയ്യുക. സർവീസ് ആണെങ്കിൽ എന്താ, പ്രൊഡ്യൂസ് അല്ല, അത് പ്രൊവൈഡ് ചെയ്യാണ് ചെയ്യുക. പിന്നെ ഒരു എക്സാമ്പിളാണ് കൊടുത്തേക്കുന്നത്. ഗുഡ്സിന് എന്താ, ഫോണ്, ഫുഡൊക്കെയാണ് ഒരു എക്സാമ്പിളായിട്ട് കൊടുത്തേക്കുന്നത്. സർവീസിന് എന്താ, ടീച്ചിങ്, ബാങ്കിങ് ഒക്കെയാണ് എക്സാമ്പിളായിട്ട് കൊടുത്തേക്കുന്നത്. ഇത്രയാണ് ഡിഫറൻസ് കേട്ടോ, ഗുഡ്സും സർവീസും തമ്മിലുള്ള ഡിഫറൻസ്. അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്ത് എന്തൊക്കെയാണ്, നമ്മൾ ഫസ്റ്റ് ഗുഡ്സ് എന്താണെന്ന് പറഞ്ഞു, ടൈപ്സ് ഓഫ് ഗുഡ്സ് പറഞ്ഞു, അതേപോലെ സർവീസ് എന്താണെന്ന് പറഞ്ഞു, സർവീസിൻ്റെ ടൈപ്സ് പറഞ്ഞു. ലാസ്റ്റ് നമ്മൾ ഡിഫറൻസ് ബിറ്റ്വീൻ ഗുഡ്സ് ആൻഡ് സർവീസസ് ആണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോയുമായിട്ട് കാണാം. ഓക്കെ.